നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സുപ്രധാന ഘട്ടമായ വോട്ടെണ്ണൽ കാത്തിരിക്കെ കോഴിക്കോട് വെള്ളിമാടുകുന്ന് JDT ഇസ്ലാമിക് കോംപ്ലക്സിൽ സജ്ജീകരിച്ചിട്ടുള്ള വോട്ടിംഗ് മെഷീൻ കേന്ദ്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടെന്ന ആരോപണം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയാകുന്നു. സ്ട്രോങ് റൂം തുറന്നതിൽ അസ്വാഭാവികതയുണ്ടെന്നും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നും ആരോപിച്ച് UDF രംഗത്തെത്തിയതോടെ വിഷയം കൂടുതൽ ഗൗരവകരമായിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ 7 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്നത് വെള്ളിമാടുകുന്ന് JDTയിലെ സ്ട്രോങ് റൂമുകളിലാണ്. ഇന്ന് രാവിലെയാണ് വിവാദത്തിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. സ്ട്രോങ് റൂമിന് സമീപമുള്ള മുറി ഉദ്യോഗസ്ഥർ തുറന്നതാണ് UDF നേതാക്കളുടെ പ്രതിഷേധത്തിന് കാരണമായത്. UDF സ്ഥാനാർത്ഥി MK രാഘവൻ, DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നേതാക്കൾ സ്ഥലത്തെത്തി പ്രതിഷേധം രേഖപ്പെടുത്തി. സ്ട്രോങ് റൂമിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയുണ്ടായെന്നും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ മുൻകൂട്ടി കൃത്യമായി അറിയിക്കാതെ മുറികൾ തുറന്നത് ദുരൂഹമാണെന്നും അവർ ആരോപിച്ചു. സ്ട്രോങ് റൂമുകൾക്ക് സമീപം അനാവശ്യമായി ഉദ്യോഗസ്ഥർ പ്രവേശിക്കുന്നത് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം നടത്താനാണോ എന്ന് UDF നേതാക്കൾ സംശയിക്കുന്നു. കൂടാതെ മുറി തുറക്കുന്ന കാര്യം സ്ഥാനാർത്ഥികളെയോ ഏജന്റുമാരെയോ കൃത്യസമയത്ത് അറിയിച്ചില്ല. പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ പറഞ്ഞത് രാവിലെ 8 മണിക്ക് വിളിച്ച് 9 മണിക്ക് എത്താൻ ആവശ്യപ്പെട്ടുവെങ്കിലും താൻ എത്തുമ്പോഴേക്കും നടപടികൾ പൂർത്തിയായിരുന്നു എന്നാണ്. നിലവിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വിശ്വാസമില്ലെന്നും സ്ട്രോങ് റൂം സുരക്ഷയുടെ പൂർണ്ണ ചുമതല BSFനെ ഏൽപ്പിക്കണമെന്നും UDF ആവശ്യപ്പെട്ടു.